ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷിൻസ ഹരീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെയും നൂലപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി കറി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചപ്പാത്തി രാത്രി കഴിക്കുന്ന വീടുകളിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് രാത്രി എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ ചപ്പാത്തിയുടെ ഒപ്പം ഒരു അടിപൊളി കോമ്പിനേഷനാണ് സോയ ചങ്ക്സ് വറുത്തരച്ച കറി. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായി നമുക്ക് 2 കപ്പ് സോയ ചങ്ക്സ് എടുത്ത് ഒരു ബൗളിലിടാം. അത് നമുക്കൊരു 3/4 മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. സോക്ക് ചെയ്ത് വെച്ച സോയ ചങ്ക്സ് നമുക്ക് ഇതുപോലെ പിഴിഞ്ഞെടുത്ത് നല്ലപോലെ പ്രസ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. എന്തിനാണ് ഇങ്ങനെ നുറുക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യും. അപ്പം എല്ലാ ഭാഗത്തും ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായി നുറുക്കിയെടുക്കുന്നത്. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ സോയ ചങ്ക്സ് വറുത്തെടുക്കാം. കുറച്ച് നേരം നന്നായി ഇളക്കി കൊടുക്കേണ്ടി വരും. അടി പിടിക്കാതെ നോക്കണം. എണ്ണയുള്ള കാരണം അധികം അടി പിടിക്കില്ല, എന്നാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളറൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. തേങ്ങ വറുത്തരയ്ക്കാനായി 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 3 അല്ലി വെളുത്തുള്ളി, കറി ലീഫ്, പെരുംജീരകം. ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് കോക്കനട്ട് ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, പെരുംജീരകം, കറി ലീഫ് എന്നിവയൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേഗം ബ്രൗൺ കളറായിട്ട് കിട്ടും. നന്നായി വറുത്ത് വന്ന് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങും. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ വേറെ പൊടികളൊന്നും ചേർക്കില്ല, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വറുത്ത തേങ്ങ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ അരച്ചെടുക്കാം. അധികം വെള്ളം ചേർക്കേണ്ട, ഒരു കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്ത് ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായി 2 മീഡിയം സൈസിലുള്ള ഒനിയനാണ് എടുത്തിരിക്കുന്നത്, ഒരു തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് നമ്മൾ പ്രഷർ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒനിയനാണ് ഇട്ട് കൊടുക്കുന്നത്, എണ്ണ ഒഴിക്കുന്നില്ല ആദ്യം. അപ്പോൾ ഇത് നന്നായി വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇനി പകുതി വേവാകുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായി ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നന്നായി ഉടഞ്ഞ് ചേർന്ന് കിട്ടും. ഏകദേശം നല്ല ഉടഞ്ഞ രൂപത്തിലായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. പൊടികൾ നമ്മൾ നേരത്തെ വറുത്തരച്ച തേങ്ങയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വറുത്തരച്ച തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിൽ അധികം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഒരു കുഴമ്പ് രൂപത്തിലിരിക്കുന്നതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാകത്തിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുത്ത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച സോയ ചങ്ക്സ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 5-6 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതേ രീതിയിൽ സോയ ചങ്ക്സിന് പകരം നമുക്ക് വെള്ളക്കടല, ചുവന്ന കടല, ഗ്രീൻ പീസ് ഇതൊക്കെ നമുക്ക് വറുത്തരച്ച് വെക്കാം. ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ വറുത്തരച്ച കറി. വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ചൂടാറിയതിന് ശേഷം തുറന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതും ഇതിന് ടേസ്റ്റ് കൂട്ടും. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനായോ എന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി സോയ ചങ്ക്സ് വറുത്തരച്ച കറി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.